ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. മൂപ്പര് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡോഗ്സിനേക്കാളും സ്പീഡ് കൂടുതൽ ഇവനാ. രണ്ട് കാല് എന്താ പറയാ, അവന് ഇതില്ലാന്നുള്ളൂ. ഈ രണ്ട് കൈ മതി അവന്. ഇവന്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ബോഡി ആയി പോയി. അത് മാത്രല്ല, ഇവനെ കൈ വെച്ച് നോക്കുമ്പോൾ കാലിൽ നീട്ടം കൂടുതലാണ്. മാസം കൂടുന്തോറും ഇവന്റെ ബോഡിയുടെ ഗ്രോത്തുകൾ വേറെ വേറെ ആയിട്ട് പോയി. അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആവുക. നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞത് ഗോപു കാരണം കൊണ്ട്. അനുശ്രീമേടൊക്കെ നമുക്ക് ഗോപുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഏറ്റവും നല്ലത് ഇവരാ മനുഷ്യരെക്കാളും. അത് കാരണം കൊണ്ട് അതെ, ഒരു സമയത്ത് ട്രെൻഡായിരുന്നു ഈ ബ്രീഡിങ് കഴിഞ്ഞിട്ട് കൊണ്ട് തരുവല് കളയില്. ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മൂപ്പരെ കിട്ടിയിട്ടുള്ള സ്ഥലത്തുനിന്ന് തന്നെ എനിക്ക് ഒരു 10-18 ഡോഗ്സിനോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയും പട്ടിയല്ലേ, പട്ടിയെ കുരയ്ക്കും. എങ്ങനെ കളയാൻ തോന്നുന്നു ഇപ്പോഴും മനസ്സിലാവുന്നു. ഇത്ര അധികം സ്നേഹിച്ചിട്ട് ഇപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എങ്ങനെയുണ്ടാവും? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് 2005 കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ് ഷെൽട്ടറെങ്കിലും പണിയുന്നത്. പക്ഷെ ആ കാശെല്ലാം ഇവര് കിട്ടില്ല. ഇതാണ് നമ്മളിപ്പോ ഷെൽട്ടർ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാ. കുഞ്ഞുമക്കൾക്ക് ഒരു സ്വർഗം. ഇതിൽ ഏറ്റവും ആവശ്യ സമയത്ത് ഡേഞ്ചർ ആവാ ഗോപു. ആരും പറഞ്ഞില്ല ഗോപുവിന്റെ ക്യാരക്ടർ പറയാ. തെരുവിൽ അലഞ്ഞ അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്ന ഡിജിലിന്റെ വീടാണ് ഈ കാണുന്നത്. ഉണ്ണീന്നാണ് ഡിജിലിന്റെ പേര്. ഇപ്പൊ ഡിജിലിന്റെ അടുത്തിരിക്കുന്ന ആള് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. ആളുടെ പേര് ഗോപു എന്നാണ്. ഗോപുവിനൊരു കിടിലൻ കഥയുണ്ട്. ഗോപുവിന്റെ കണ്ണിൽ നോക്കി അറിയാം ഗോപുവിന് പേടിയുണ്ട്, അല്ലേ അപ്പു? അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കയറാൻ പറ്റാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും കൊരയാണ് നമ്മളെ കണ്ടിട്ട്. വീട്ടിൽ തന്നെ 15 പേരാണുള്ളത്. അതിന്റെ വിശദമായ കഥകളൊക്കെ ഉണ്ണി നമ്മളോട് പറയും. ഗോപുവിന് ഇപ്പൊ എത്ര വയസ്സായെന്ന് അറിയാമോ? ഗോപുവിന് ഇപ്പൊ നിലവിൽ 7 മാസം. 7 മാസം. ഗോപുവിന്റെ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഗോപുവിന്റെ 2 കാലുകളും അല്ലേ തളർന്നു പോയതാണ്. പുള്ളിക്ക് ഞങ്ങളെ നമ്മുടെ ഇവിടെ പറവട്ടാഞ്ഞില് മക്കൾക്ക് ഫീഡ് ചെയ്യണായിരുന്നു, തെരുമക്കൾക്ക്. അപ്പൊ അതില് ഒരു ഫീമെയിൽ ഡോഗിലെ ഒരു കുഞ്ഞാണ് ഇവൻ. ബാക്കി ഒരു 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞ് വണ്ടി കയറി ഡെഡായി പോയി. വേറൊരു കുഞ്ഞിനെ അഡോപ്ഷൻ കൊടുത്തു. അതില് ബാക്കിയുള്ള ഒരു കുഞ്ഞാണ് ഇവൻ. അപ്പോ ഞങ്ങള് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി അവിടെ വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞിനെ വണ്ടി ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോ ഇവനാകെ അനങ്ങാൻ പറ്റാതെ അവിടെ കിടക്കായിരുന്നു. അന്ന് കാലിലല്ല ശരിക്കും പറഞ്ഞ പ്രശ്നം, സ്പൈനലിലാണ്. ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും പോയി. കൂടെ ഉണ്ടായിരുന്ന ആളും പോയി. അപ്പൊ ഇവനെ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഇവന്റെ അമ്മ വളരെ ദയനീയ അവസ്ഥയോടെ എന്നെ മുഖത്തേക്ക് നോക്കി. ആ ഒരു അവസ്ഥ നമുക്ക് കണ്ടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വേഗം പ്ലാസ്റ്റർ ഇട്ടു. ഞങ്ങൾ ആദ്യം പറവട്ടാഞ്ഞില കാണിച്ചപ്പോൾ എന്നിട്ട് നേരെ പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം വേറെ 2-3 ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണത്തിൽ കൂടുതലായിരുന്നു. അപ്പോൾ എന്നിട്ട് വേറെ 2 ഡോഗ്സിനെ നമുക്ക് മാറ്റിയിട്ട് മമ്മിയാണ് ഇവനെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്നിട്ട് ചികിത്സ തുടങ്ങി. ആദ്യമൊക്കെ നമ്മൾ എന്താ പറയാ, മറ്റേ പട്ടീസൊക്കെ ചുറ്റി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കുറെ ചൂട് പിടിച്ചു. അങ്ങനെ കുറെ നോക്കി. അവൻ റെഡി ആവാനായിട്ടുള്ള കുറെ നോക്കി. പിന്നെയാണ് നമ്മൾ വീൽ ചെയറിലേക്ക് നോക്കുന്നത്. വീൽ സപ്പോർട്ട് നമ്മൾ ആദ്യം ഒരു ടീമിനെ അപ്രോച്ച് ചെയ്തു. അവര് നമ്മളോട് ഇങ്ങടാണ് പറഞ്ഞത്. അപ്പൊ ഗോപുവിനെ ശരിക്കും പറഞ്ഞാൽ കുറെ പേര് ഇപ്പൊ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞത് ഗോപു കാരണം കൊണ്ടാണ്. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത്. പലരും പല സീനിയർ ആർട്ടിസ്റ്റുകൾ വരെ ഇപ്പൊ നമ്മുടെ അനുശ്രീമേടൊക്കെ നമുക്ക് ഗോപുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്താണ് ഗോപുവിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അതില് നമ്മള് ഗോപുവിനെ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പരാതി കൂടുതലാണ്. ആൾക്കാര് ഗോപുവിനെ എന്താ കാണിക്കാത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി പറച്ചില് കൂടുതലാ. ഇവന്റെ പോലെ തന്നെ വേറൊരു കുഞ്ഞും കൂടി ഉണ്ട് നമുക്ക്, പാരലൈസ് ആയിട്ട്. അത് ആക്ച്വലി ഒരു കണ്ണൂരിൽ നിന്ന് ഞങ്ങള് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ പോയി എടുത്തതാ. അത് ഒരു ബ്രീഡറിന്റെ ആണ്. മൂപ്പർക്ക് ആളുടെ ഒരു ബ്രീഡിങ്ങിൽ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാരണം കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം. അങ്ങനെ അത് പാരലൈസ് ആയതാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഒഫീഷ്യൽ പേര് ഡിജിലാണ്. ഉണ്ണി എന്നാണ് വിളിക്കുന്നത് അല്ലേ? എന്താ ഡിജിലായ ഉണ്ണിക്ക് പണി? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഫഷണലി പെറ്റ് ഗ്രൂമറാണ്. പെറ്റ്സിന്റെ ഗ്രൂമറാണ്. അത് ഞാൻ എൻ്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും ആഗ്രഹിച്ച് വന്ന ഫീൽഡാണ്. ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ ആദ്യം കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ദുബായില് പോയി അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു.
പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നിയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്താണ് ഡോഗ്സിനോട് ഇത്രയും ഒരു അത് മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. മമ്മിക്ക് ഭയങ്കര ഡോഗ്സിനോട് ഭയങ്കര താല്പര്യം കൂടുതല. അതുപോലെ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു, പപ്പയ്ക്ക് പക്ഷെ അത്രയ്ക്കില്ല. പിന്നെ ഏറ്റവും നല്ലത് ഇവരാ മനുഷ്യരെക്കാളും. അത് കാരണം കൊണ്ട ഗോപുവിനെ മമ്മിയാണ് പേരിട്ടെ ഗോപുന്ന്. കാരണം വേറെ ഒന്നുമില്ല, ഇവന്റെ ഈ ഒരു ഗോപി അതപ്പോ ഗോപി അതെ, അത് ഗോപി എന്നുള്ളത് ഗോപു ആക്കി. പാർക്കിൽ എല്ലാരെയും കൊണ്ടുവരാറുണ്ടോ? നമ്മൾ മിക്കപ്പോഴും പിള്ളേരെ നടത്തിക്കാനായിട്ടും ഇപ്പൊ പുറത്ത് നമുക്കൊരു ഡോബർമാനും ജർമ്മൻ ഷെപ്പേർഡും ഉണ്ട്. അവരെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയത്. അതെ, ഇപ്പൊ മെയിൻ ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്നു ഈ ബ്രീഡിങ് കഴിഞ്ഞിട്ട് കൊണ്ട് തെരുവില് കളയില്. ആവശ്യം കഴിഞ്ഞാൽ കൊണ്ട് കളയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഇനി ബ്രീഡിങ് ചെയ്യാനായിട്ട് ഇനി പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് കളയാം. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 90 സംതിങ് 100ന്റെ ഉള്ളിൽ അത്രയും ഡോഗ്സിനെ ഞാൻ എടുത്ത് റെസ്ക്യൂ ചെയ്തിട്ട് ഞാൻ അഡോപ്ഷന് കൊടുത്തിട്ടുണ്ട്. അതിൽ പകുതി മുക്കാലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു. ഈവൻ ക്യാൻ കോർസോ വരെ, ഈവൻ എന്താ പറയുക, എല്ലാവരും ആഗ്രഹിച്ച് വാങ്ങുന്ന ബ്രീഡുകളൊക്കെയാണ് ക്യാൻ കോർസോ അങ്ങനത്തെ ബ്രീഡുകൾ. അപ്പോൾ ബ്രീഡേഴ്സ് ഇങ്ങനെ എന്താ പറയുക ആവശ്യം കഴിയുക കൊണ്ട് കളയും. ഇപ്പൊ നമ്മള് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മൂപ്പരെ കിട്ടിയിട്ടുള്ള സ്ഥലത്തുനിന്ന് തന്നെ എനിക്ക് ഒരു 10-18 ഡോഗ്സിനോളം കിട്ടിയിട്ടുണ്ട്. അത് ചാവക്കാട് കണ്ണൂത്ത് പാടം എന്ന് പറയും. അത് പാടാണ്. അപ്പൊ പാടത്ത് എന്ന് പറയുമ്പോ അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മനുഷ്യനെ കൊന്നിട്ടാ പോലും അറിയില്ല ആ സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് കളയുമ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് അവിടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാല് വേറെ ഇതുങ്ങൾക്ക് നമ്മളുമായിട്ട് അടുക്കാൻ പറ്റുമോ? കാരണം അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നാടൻ ഡോഗ്സിന് എന്ന് പറയുമ്പോ ഇവർക്കൊക്കെ എന്ന് പറയുമ്പോ ഇവർക്ക് നമ്മുടെ നാച്ചുറായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ തിരിച്ച് അവിടെ കൊണ്ടുവിട്ടാലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല. അവർ ജീവിച്ചു പോകും, സർവൈവ് ചെയ്യും. സിമ്പിളാണ്. അവർക്ക് ആ സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ അവരവിടെ പഴയ സ്ഥലമാണെന്ന് അവർക്കറിയാം. നേരെ മറിച്ച് നമ്മളൊരു 10 ദിവസം ഒരു ലാബിനെ പെരുവഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇവർക്ക് 3 ദിവസം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റും. ഒരു 3 ദിവസം അതിനും കൂടുതൽ ഇരിക്കാൻ പറ്റും. അത്രയും റെസിസ്റ്റൻസ് പവർ കൂടുതല ഇന്ത്യൻ ബ്രീഡുകൾക്ക്. അപ്പോൾ വരച്ചോണ്ടിരിക്കുക ഗോപു. എന്താ വെച്ചാൽ മറ്റുള്ള ബ്രീഡുകൾ അങ്ങനെയല്ല. ഒരു 2-3 ദിവസം പട്ടിണി എടുക്കുമ്പോഴേക്കും മനസ്സിലാവും. നമുക്ക് അവരുടെ ശരീരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗോപുവിനെ കാണാനാണ് ഞാൻ വന്നത്, പക്ഷെ ഗോപു എന്നെ കണ്ടിട്ട് ആലിലെ പോലെ വരയ്ക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഗോപുവിനെ കാണാനായിട്ട് കുറെ പേര് വരും. ഗോപുവിനെ കാണാനായിട്ടാണ് വരണ മെയിനായിട്ട്. അപ്പൊ ആശ വലിയ മൈൻഡ് കൊടുക്കില്ല, നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കും. അതെ, ഗോപുവിന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കൂടുതല. അതിനുശേഷം പട്ടീസൊക്കെ കെട്ടി മോൻ റെഡി ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീൽ സപ്പോർട്ട് എന്നിട്ട് 2ാമത്തെ തവണ, ഇപ്പോൾ 3ാമത്തെ തവണയാണ്. അത് എനിക്ക് റെഡി ആയിണ്ടായില്ല. അത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ ചെയ്തത്. എന്താണ് ബാംഗ്ലൂർ എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ വന്നിട്ട് ഇപ്പോഴത്തെ 3ാമത്തെ നമ്മുടെ അനിയൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണിപ്പുരയിലാണ്. ശരിക്കും പറയണെങ്കിൽ ഇവന്റെ ഇതില് ഡോക്ടേഴ്സ്, ഇവനെ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത് ഇവന്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ബോഡി ആയി പോയി. അതുമാത്രല്ല, ഇവനെ കൈ വെച്ച് നോക്കുമ്പോൾ കാലിൽ നീട്ടം കൂടുതലാണ്. അപ്പോൾ നമുക്ക് വീൽ സപ്പോർട്ട് വല്ലാണ്ട് ഓവർ ഹൈറ്റ് കൊടുക്കാൻ പറ്റില്ല. മാസം കൂടുന്തോറും ഇവന്റെ ബോഡിയുടെ ഗ്രോത്തുകൾ വേറെ ആയിട്ട് പോകണം. അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആവുക ഇത് കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാര്. പിന്നെ നമുക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, മൂപ്പര് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡോഗ്സിനേക്കാളും സ്പീഡ് കൂടുതൽ ഇവനാണ്. 2 കാല് എന്താ പറയാ അവന് ഇതില്ലാന്നുള്ളൂ, ഈ 2 കൈ മതി അവന്. എവിടെ ഇപ്പൊ പേടിയ കാരണം പെട്ടെന്ന് അങ്ങനെ ഇതാവില്ല. പിന്നെ ഇങ്ങനത്തെ സർഫേസിലായി കഴിഞ്ഞാൽ കുഞ്ഞിന് പൊട്ടലാവും. വീടിനകത്ത് ഇവനാണ് നമ്മുടെ ഹുസൈൻ ബോൾട്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടിനകത്ത് 15ഓളം ഡോഗുകൾ വളരുന്നു പറയുമ്പോ എനിക്ക് അത്ഭുതമാണ്. കാരണം അത്രയും നമുക്ക് സ്ഥലം കുറവാ ശരിക്കും പറയണെങ്കിൽ. ഇപ്പൊ നമ്മുടെ വീടാകെ 1.25 സെന്റ് ഉള്ളൂ. അതിനുള്ളിലാണ്. അപ്പൊ ഈ രക്ഷിച്ച ഡോഗുകളെയൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് എവിടെയാണ്? നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ ഓരോരോ വീടുകൾ. നമുക്ക് സ്പേസ് ഇല്ല. ഇപ്പൊ അതായത് നമ്മൾ നിലവിൽ ഇപ്പൊ ഷെൽട്ടർ ആയി, ഷെൽട്ടറിന്റെ ടോക്കൺ കൊടുത്തു. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലോട്ട് നമ്മൾ മേടിച്ച് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള എമൗണ്ടിനുള്ള ഓട്ടത്തിലാണ്. അതായത് നിങ്ങളെല്ലാരും കൂടി ഇത്തരം ആളുകളെ പട്ടിക്കുഞ്ഞുങ്ങളെ നമുക്കപ്പോ സ്വന്തമായിട്ട് ഒരു സ്ഥലം മേടിച്ച് കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ 1.25 സെന്റിനുള്ളിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ
അത്യാവശ്യം സ്പേസ് കിട്ടിയാൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ പറ്റും. 1.5 സെന്റില് എനിക്കാണ് സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാള് സമ്മതിക്കുന്നില്ല. പുതിയ സമ്മതിക്കില്ല. ഒരാളെ അവര് കടത്തില്ല ഓടിക്കുന്നത് പെട്ടെന്ന്. വെൽ പ്രൊട്ടക്റ്റഡ് ആണല്ലോ. അതാണ് ഇപ്പൊ ഞാനിപ്പോ എവിടേക്കെങ്കിലും പോയാൽ തന്നെ മമ്മിക്ക് ഇപ്പൊ എനിക്ക് പപ്പയില്ല, അപ്പൊ മമ്മിക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവരാണ്. ഇത് ഇപ്പം നാട്ടിലൊക്കെ ഇങ്ങനെ ഇപ്പൊ തൊട്ടടുത്തടുത്ത് വീടൊക്കെ ഉണ്ടല്ലോ, പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഒരു വിഷയമില്ല, എല്ലാവർക്കും അറിയാം നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. കാരണം മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ അല്ല നമ്മുടെ ചുറ്റിലും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാ. പിന്നെ എല്ലാവരും പറയും പട്ടിയല്ലേ, പട്ടിയായ കുരയ്ക്കും. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറ്റുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല. ഗോപുക്കുട്ടൻ കുറച്ചേ. ഗോപൂട്ടൻ അങ്ങനെ പെട്ടെന്ന് ഇതാവില്ല, കുരയ്ക്കത്തുമില്ല. കുരയ്ക്കൊക്കെ ചെയ്യും, അത്യാവശ്യം നല്ല രീതിക്ക് കുരയ്ക്കൊക്കെ ചെയ്യും. പക്ഷെ ആശാന് ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്ന്. അതിന്റെ ഒരു ഇതിലാണ്. അതെ, പുള്ളിക്ക് ആ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ മനുഷ്യന്മാരെ ആരെ കണ്ടാലും പുള്ളിക്ക് ഭയങ്കര പേടി കൂടുതലാണ്. ഗോപു കാരണം 15 ചേട്ടായിമാരെയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റിയില്ലേ ഗോപു? അതെ, ഗോപു ആണ് ശരിക്കും പറയണെങ്കിൽ പലരും നമ്മളെ ഇതായത് ഗോപു കാരണം കൊണ്ടാണ്. ഇപ്പൊ ഇവൺ നമ്മളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഗോപുവിന്റെ ഐഡന്റിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. 3 ആൾക്കാരുണ്ടായിരുന്നു ഇതുപോലെ പാരലൈസ്ഡ്. അതിൽ ഒരു കുഞ്ഞ് ഡെഡായി പോയി. അത് പെട്ടെന്ന് ചെള്ളുപനി വന്നപ്പോ പോയി. അത് ഈ 1.5 സെന്റ് വീടിനകത്ത് ഇത്രയും പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരെ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ ഇപ്പം ഞാൻ പട്ടീനെ വളർത്തുന്നോണ്ട് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാളെ നോക്കാൻ തന്നെ നമ്മള് ഭയങ്കര സ്നേഹം കൊട്ടിക്കൊടുത്താ വളർത്തണത്. അപ്പൊ ഇത്രയും പേര് എല്ലാരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇത്ര പേര്, അത് ഇത്രയും സ്പേസ് കുറവില് എങ്ങനെ മാനേജ് ചെയ്യുന്നു. അത് ശരിക്കും പറയണെങ്കിൽ രാവിലെ ഒരു 6 മണി 6:30 തൊട്ട് തുടങ്ങും പരിപാടികൾ. പിന്നെ ഈ ഒരു ടൈം വരെ ജോലികളായിരിക്കും. ഞാൻ മാത്രല്ല കേട്ടോ, മമ്മിയുണ്ട് മെയിൻ ആയിട്ട്. ഇവർ രണ്ടാളും ഇത് നമുക്ക് വരന്തരപ്പള്ളി കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ അല്ലായിരുന്നു കിട്ടിയപ്പോ, വളരെ ഒരു ഡോബർമാൻ ശോഷിച്ച അവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നു അതുപോലെയായിരുന്നു. നല്ല രീതിക്ക് ശോഷിച്ച അവസ്ഥയായിരുന്നു. പിന്നെ അതാണ് നമ്മുടെ വിക്കി, ഞാൻ പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡ്, നമ്മുടെ കണ്ണോത്ത് പാടത്തുനിന്ന് കിട്ടിയതല്ലേ, ബ്രീഡർ കൊണ്ട് കളഞ്ഞിട്ടുള്ളതാണ്. അത് ശരിക്കും കാഴ്ചക്കുറവിന്റെ അല്ല, അത് അവര് കൊണ്ട് കളഞ്ഞെങ്കിൽ ചെള്ളുപനി ഉണ്ടായിരുന്നു, അങ്ങനെ കൊണ്ട് കളഞ്ഞു. അപ്പൊ അവന്റെ കണ്ണ് റെഡി ആയി വരുന്നുള്ളൂ. ഇങ്ങനെ അല്ലായിരുന്നു. ഡോബർമാനെ വളർത്തുന്നവർക്ക് അറിയാം, ഒരു ചെറിയ എന്ന് പറയും, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാളാണ് നമ്മുടെ മെയിൻ കാവലുകാര്. ഇവർ രണ്ടാളും പേടിച്ചിട്ടാണ് എല്ലാരും പുറത്ത് നിൽക്കുക. ഇത് ഇഷ, ഇവളെ നമുക്ക് എന്താ പറയാ ഒരു 30 ദിവസം പ്രായമുള്ളപ്പോഴാണ് കിട്ടിയത്. ഇത് ആക്ച്വലി എന്താ പറയാ ചെവിയില് നിറച്ച് പുഴുക്കളും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയത്. ഇവിടെ ഇവള് ശക്ത മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്, ലാബ് ശക്തിയിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. നമ്മുടെ ടോമിച്ച് എന്നാണ് പേരിട്ടേക്കണേ. കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കില്ല. ആള് നല്ല ഉറക്കത്തിലാണ്, ഫുൾ ടൈം ഉറക്കാണ് ആളുടെ മെയിൻ, ഫുൾ ടൈം ഉറക്കാണ്. മൂപ്പര് നമ്മള് മലപ്പുറത്താണ് പോയെടുത്തത്. ഇതെങ്ങനെ കണ്ണും കാണത്തില്ല ചെവിയും കേൾക്കത്തില്ലെന്ന് മനസ്സിലായത്? ആള് നമുക്ക് ഫീഡ് ചെയ്യണ ചേച്ചി പറഞ്ഞതാ. ഒരു ചേച്ചി ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യണ്ടായിരുന്നു, ആ ചേച്ചിയാണ് പറഞ്ഞത്. കണ്ടോ, ഗോപു ഉണ്ണീനെ നോക്കുവാ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാ സുന്ദര, പുള്ളിയുടെ സ്ഥിര സ്ഥലം അതാണ്. അതവന്റെ ഹിഡൻ സ്പോട്ട്. ഇതിന് മാത്രം കാശ് കൊടുത്ത് മേടിച്ച്. ഈ പുള്ളി എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് വേറൊന്നല്ലോ, കടിക്കാൻ. ഞാനെങ്ങാനും സ്നേഹം കൊണ്ട് ഇച്ചിരി വിഷയമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡ് പപ്പി, കാലിന് വയ്യാത്ത, പാരലൈസ് തന്നെയാണ്. എന്റെ പൊന്നെ, ഇതേതായാലും ഇത് നാടനാ? ഇത് നാടനാ. അതാണ് എന്നെ കൈ കാട്ടി വിളിച്ചത് കേട്ടോ. പിന്നെ ഇത് ഗോൾഡൻ റിട്രീവർ. അതിപ്പോ നമ്മൾ ഈ അടുത്ത് നമുക്ക് അഡോപ്ഷൻ നമുക്ക് ഈ അടുത്ത അഡോപ്ഷൻ കിട്ടിയത് അവളെ റിട്രീവർ. നമുക്ക് എന്താ പറയാ, നമുക്ക് അറിയുന്ന ഒരു ഫാമിലി ഞാനായതുകൊണ്ട് തന്നതാ, വേറെ അങ്ങനെ പെട്ടെന്ന് തരുന്നില്ല. പിന്നെ എല്ലാരെക്കാളും സ്നേഹം കൂടുതൽ ഇവനാട്ടാ, അല്ല ജിമ്മിച്ചൻ പക്ഷെ മറ്റുള്ളവരെ കടിക്കും. ജിമ്മിച്ചൻ ഭയങ്കര വിഷയമാണ്, ഒരു ഗ്യാപ്പ് കിട്ടിയവൻ കടിക്കും. പിന്നെ ഇവരൊക്കെ നമുക്ക് കിട്ടിയതാണ്. അവളെ നമുക്കൊരു ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയതാണ്. നാടനാ കുഞ്ഞതോ? പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോ ഏതോ ഒരു ചെവി ഇങ്ങനെ നിക്കണ കാരണം കൊണ്ട് ഇത് നാടനാണല്ലേ, പക്ഷെ തീരെ കുഞ്ഞതാ. ഇവൾക്ക് ഇപ്പൊ 2 മാസം. നന്ദിനി എന്ന പേര്, നന്ദിനി കുട്ടി. നന്ദിനി കുട്ടിയാണ് ഇത്.
ഇത് ഇവന്റെ പേര് പാപ്പു. പാപ്പു വിളിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നല്ലേ? മനസ്സിലാവും പേരൊക്കെ. നമുക്കിപ്പോ ഇത്രയും കണ്ടില്ല, ഭയങ്കര കൺജസ്റ്റഡാ. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ, എല്ലാവർക്കും പെട്ടെന്ന് കേറി വരാൻ ഇതില്ല. ഇവര് തമ്മിൽ മത്സരം ഉണ്ടോ? ഇവര് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഇതിലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ ഏറ്റവും എന്താ പറയാ ആവശ്യ സമയത്ത് ഡേഞ്ചർ ആവാ ഗോപുവാ. അത് പറഞ്ഞ ആരും പറഞ്ഞില്ല, ഗോപുവിന്റെ ക്യാരക്ടർ പറയാ. ഗോപുക്കെ എന്താ പറയാ, ഗേറ്റും ഒരാള് വന്ന് നിന്ന്, അല്ലെങ്കിൽ ചുമ്മാ ഒരു കാക്ക വന്നിരുന്നിട്ട് പറക്കുമ്പോ ഗേറ്റ് കിടന്ന് ഇളകില്ലേ, ഏറ്റവും ആദ്യം എണീക്കാ ഗോപുവാ. ഗോപു എണീച്ച് നിന്നിട്ട് ഇങ്ങനെ കുരയ്ക്കും ജനാല അവിടെ നോക്കിയിട്ട്. പിന്നെ അവൻ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാരും ഇതാവും. അവന്റെ മുഖത്തേക്ക് നോക്കി ആരും നോക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് തൃശ്ശൂരിൽ ഇവരുടെ ഭാഗത്തുള്ളതിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചേക്കുന്നത് അല്ലെ. പക്ഷെ എവിടെയെങ്കിലും ഇത്തരം ആളുകളുണ്ട്, അല്ലെങ്കിൽ ഡോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾ ഉണ്ടെന്ന് അറിഞ്ഞാല് വിളിച്ചറിയിച്ചാല് ഉണ്ണി എന്ന് രക്ഷിക്കും അല്ലെ. ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അത് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഷെൽട്ടർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഷെൽട്ടർ എന്നല്ല, എനിക്ക് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാ. അത് ഒരു കുഞ്ഞുമക്കൾക്ക് ഒരു സ്വർഗം. ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സെന്റിമെന്റൽ ടച്ച് ആവും. നമുക്ക് അത് മക്കൾക്ക് ഒരു സ്വർഗം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ കളഞ്ഞ ഒരു ഇത്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്ഥലം ഒരു 35 സെന്റോളം ഉണ്ട് സ്ഥലം. അപ്പൊ നമുക്ക് ലാവിഷായിട്ട് കാര്യങ്ങൾ. അവിടെ എങ്ങനെയാ വല്ല ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവർക്ക്? അല്ല, നമുക്ക് ഓൾറെഡി അതൊരു വീടടക്കമുള്ള ഒരു പ്ലോട്ടാ. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ നിന്ന് മാറാം വെച്ചാൽ മമ്മി ഇവിടെ ഉണ്ടാവും. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ, ഞങ്ങൾ രണ്ടാളും കൂടെ നമുക്ക് 24 hours അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലോട്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ആൾക്കാർ ശല്യം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരെ മൈൻഡ് ആയിരിക്കില്ല വേറെ ആൾക്കാർ. അപ്പോ പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ലീസിനും അതുപോലെ റെന്റിനൊക്കെ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോ വല്ല ഓണർമാർക്ക് അത് വിഷയം വന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ഇറങ്ങി പോവാം. പിള്ളേരെയും കൊണ്ട് നമുക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്വന്തമായിട്ട് ആ സ്ഥലം ഇതാക്കണത്. അപ്പോൾ നമ്മള് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരും എല്ലാരും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. കാലൊക്കെ പൊക്കി എന്നെ കാണിച്ചു വാ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ വീൽ ചെയറിൽ നടക്കണം കേട്ടോ. വീൽ ചെയർ അല്ല, വീൽ സപ്പോർട്ട് ഷെൽട്ടറിലേക്ക് എന്തായാലും വരണം. ഓ, ഷെൽട്ടറിലേക്ക് വരാം. നമ്മള് എന്താ പറയാ, ദിനം പ്രതി കേൾക്കുന്ന ഓരോരോ, ചിലയിടത്തൊക്കെ പൂച്ചകളെ കൊണ്ട് ഗർഭിണി പൂച്ചകളെ കൊന്നു കെട്ടി തൂക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ നാള് വീട് നോക്കിയിട്ട് അവർ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാണ്ട് ഇങ്ങനെ ആളുകള് കുഞ്ഞുങ്ങളെ കൊണ്ടേ കളയുന്നു. സഹിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ കണ്ട. കാരണം ഇവരുടെ ഒരു നോട്ടമുണ്ട്, ആ നോട്ടത്തിന് മുന്നിലുണ്ടല്ലോ ഒരു ശരാശരി മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു. ഇവരുടെ ഒരു എങ്ങനെ കളയാൻ തോന്നുന്നു ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയധികം സ്നേഹിച്ചിട്ട് ഇപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എങ്ങനെ ഉണ്ടാവും? നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, നമുക്ക് കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറ്റും. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ചില സ്ഥലങ്ങളിൽ നമ്മൾ റെസ്ക്യൂവിന് പോകുമ്പോൾ ഓണറിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണ പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓണർ വരും. അല്ലെങ്കിൽ ഇപ്പൊ ചില ഡോഗ്സ് ഇങ്ങനെ നമ്മൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു ലാബ് നമ്മുടെ ഇവിടെ മണ്ണുത്തിയില് മൂപ്പരെ കൊണ്ടാക്കിയിട്ടുള്ള, ഞാൻ CCTV കിട്ടി, എനിക്ക് ദൃശ്യം കിട്ടി. ആ മൂപ്പരെ കൊണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് കാറിലായിരുന്നു കൊണ്ട് കളഞ്ഞത്. റെഡ് കാറ് വരുമ്പോ മൂപ്പര് ഇങ്ങനെ എണീച്ച് ഇങ്ങനെ നോക്കണ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല സങ്കടം വരും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ നമ്മള് ഇപ്പൊ ആള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓണർ എന്നെ ഇപ്പൊ കൊണ്ടുവരാൻ പോകും അല്ലെങ്കിൽ കൊണ്ടുവരാൻ വരും എന്നുള്ളൊരു ഇതേ സെയിം ഫീലായിരുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ ഡെയിലി ഒരു 10-20 ഡോഗ്സിന്റെ അടുത്ത് ഡംപ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ പറയുമ്പോഴേ നിങ്ങൾ പറഞ്ഞൊരു കാര്യം നേരം, നമുക്കാണെങ്കിൽ നമ്മുടെ അഡ്രസ് പറയാം. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരിപ്പോ വേറെ എന്തെങ്കിലും ഒരാളെടുത്തേക്ക് വേറെ സ്നേഹം കിട്ടാനായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ കല്ലെടുത്ത് എറിയും, അല്ലെങ്കിൽ വല്ലതും എടുത്ത് അടിക്കും. അങ്ങനെ കുറെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറെ ചേച്ചിമാർ അല്ലെങ്കിൽ കുറെ ചേട്ടന്മാർ വിളിച്ചു, ചേട്ടാ ഒരാളെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, അതിന് ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞു തുടങ്ങി, അതിനെ കയ്യുമ്മയ്ക്ക് കല്ലെറിഞ്ഞിട്ട് അതിനെ കൈ ആകെ വിഷയമായി തുടങ്ങി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പക്ഷെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടതല്ലേ, സ്പേസ് കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും കൂടെ ആ ഒരു ഇതിലേക്ക് ചെയ്യുന്നത്. എന്താണേലും ഉണ്ണി വലിയ ഒരു കാര്യമാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സന്തോഷമാണ് അതിലുപരി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഭയങ്കര വിഷമാവുന്നത്. അതെ,
നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പൊ ഉണ്ണി എവിടെയെങ്കിലൊക്കെ ആളുകൾ കളയുന്നുണ്ടെങ്കിൽ ഇവര് പുതുതായിട്ടൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ ഉണ്ട്, നിയമമുണ്ട്. ആ. നമ്മളെ 2005 കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ്. ഓ. കേരള ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫീഡിംഗ് പോയിന്റ് എങ്കിലും വേണം കോർപ്പറേഷൻ പരിധിയിൽ, അല്ലെങ്കിൽ ഒരു ഷെൽട്ടറെങ്കിലും പണിയണം. പക്ഷെ ആ കാശെല്ലാം ഇവര് കമത്തിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടില്ല അത്. അപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് അതുകൊണ്ടാണ് നമ്മൾ ഓൺ റിസ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞല്ല, ഇവരെ പോലുള്ള കുറെ ആളുകളൊക്കെ ഉള്ളതാണ്, ഇവരെ പോലുള്ള ആളുകൾക്ക് അല്ലെ, ഗോപുവിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെ ഗോപു. അപ്പൊ താങ്ക് യു ഉണ്ണി, ഞങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചു.